സഹകരണ വകുപ്പിനെ വിമർശിച്ച് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. മന്ത്രിയും ബോർഡും പെൻഷനേഴ്സിന്റെ ഉന്നമനത്തിനായി നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉടുമ്പൻചോല സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ ധർണയിലാണ് ആരോപണം. നിർത്തലാക്കിയ ക്ഷാമാശ്വാസം പുനഃസ്ഥാപിക്കുക, പെൻഷനേഴ്സ് പരിഷ്കരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണാ സമരം നടത്തിയത്. KCSPA സംസ്ഥാന പ്രസിഡന്റ് M. സുകുമാരൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. 1700 കോടി രൂപ കേരള ബാങ്കിൽ നിക്ഷേപമാക്കിയുണ്ട് പെൻഷൻ ബോർഡ്. കേരള ഗവൺമെൻറ് പൈസ തരേണ്ടതില്ല, ആരും സൗജന്യമായി തരേണ്ടതില്ല. CPF-ൽ ജീവനക്കാർക്ക് അർഹമായ ഫണ്ട് കേരള ബാങ്കിൽ നിക്ഷേപിച്ച് അതിൻ്റെ പലിശ ഉപയോഗിച്ച് കൊടുക്കുന്ന പെൻഷനാണ്. ഇതിനകത്ത് കയറി കൈകടത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷേ നമ്മുടെ ജില്ലക്കാരൻ ആണ് പെൻഷൻ ബോർഡ് ചെയർമാൻ, നമ്മുടെ തിലകനാണ്. 2 CIT നേതാക്കന്മാരാണ്. ഒന്ന് CIT കൊണ്ട് ജില്ലാ പ്രസിഡന്റ്, അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് വാസ്തവം. പക്ഷേ അവർ രണ്ടുപേരും കൂടെ കണക്ക് കൂട്ടിയിട്ട് നമ്മുടെ പെൻഷൻ ബോർഡിൽ നിന്നും താലൂക്ക് പ്രസിഡന്റ് KC ചാക്കോ, ജില്ലാ വൈസ് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ, ജില്ലാ ട്രഷറർ PN സുഗു, താലൂക്ക് സെക്രട്ടറി KGN മേനോൻ, TV എബ്രഹാം, P ബാലചന്ദ്രൻ, VK ഉഷ, K ലളിതാഭായി തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.